ലൈറ്റ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂള് കോളേജുകളൊക്കെ തുറന്നു കാണും അല്ലേ? ഏറ്റവും നന്നായിട്ട് ദൈവാനുഗ്രഹപ്രദമായ ഒരു പഠന വർഷം പ്രത്യേകമായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു ടോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും ഒത്തിരി പിള്ളേർ പലപ്പോഴും പല കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളെക്കൊണ്ട് ഇത് പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഷമത്തോടു കൂടി വരാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുക. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ കോഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മൾ അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്നും അതിലൊരു സന്തോഷവും ഒരു ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലാണ് നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ, അതായത് ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. മാതാപിതാക്കൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവർക്ക് ഉചിതമായ സമയത്ത് അവർക്ക് ആഗ്രഹിക്കുന്ന അവരുടെ കഴിവനുസരിച്ചുള്ള അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഒരു കോഴ്സിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഏത് ആക്ടിവിറ്റീസിനോടാണ്, ഏത് സബ്ജക്റ്റിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അത് വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, എന്നേക്ക് ഏറ്റവും കൂടുതൽ പറ്റണത് ഏത് സബ്ജക്റ്റുകളാണ്, ഏത് ആക്ടിവിറ്റികളാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ഒത്തിരി ടെസ്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ഇതിൻ്റെ കെയർ ഓഫ് ലൈറ്റ് ലൈഫിൻ്റെ കെയർ ഓഫിൽ ഒത്തിരി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അക്കാഡമിക് കോച്ചിങ് റിലേറ്റഡായും കരിയർ ഗൈഡൻസും കരിയർ കൗൺസിലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒന്ന് ഇമെയിൽ ചെയ്താൽ മതി. നമ്മൾ സമയമനുസരിച്ച് നമുക്കത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനും അവർക്ക് സഹായിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണ്, നമ്മുടെ സ്കിൽ ഏതാണെന്ന് നമ്മൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡും സ്കില്ല് പറയുമ്പോൾ എൻ്റെ വീക്ക്നെസ് ഏതാണ്, എൻ്റെ സ്ട്രെങ്ത് ഏതാണ്, ഏത് കാര്യങ്ങളിലാണ് എനിക്ക് കുറവുള്ള, ഏത് കാര്യങ്ങളാണ് എനിക്ക് പ്രശ്നം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സ്കില്ലും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും. അപ്പോൾ എങ്കിലാണ് സാധാരണ ചില കുട്ടികളൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പോയി 1 വർഷം കഴിയുമ്പോൾ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞവർ വരാറുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ സ്കില്ലില്ല, അവർക്കത് മുമ്പോട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ സ്കില്ലുണ്ടെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ചിലപ്പം നിർത്തിയിട്ട് പോരേണ്ടി വരും കേട്ടോ. അപ്പം പഠനവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ സ്കില്ലിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകളും ബോധ്യങ്ങളും ഒക്കെ നമുക്കുണ്ടായിരിക്കണം. അടുത്തൊരു കാര്യമാണ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. ചില പിള്ളേർക്ക് 9 ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻ്റലിജൻസ് ഉള്ള പിള്ളേരിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. പല ഈ കോഴ്സിന് പോയാൽ മതി, അതിന് പോയാൽ മതി, ഇതിന് പോയാൽ മതി എന്ന് പറഞ്ഞ് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരെന്ത് ചെയ്യണം, ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ അവർക്കുണ്ടാവും. അല്ല, ഇതാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, അപ്പോൾ ഇതനുസരിച്ചുള്ള കോഴ്സുകളിലേക്ക്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആപ്റ്റിറ്റ്യൂഡും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കോഴ്സിൻ്റെ ഓപ്ഷൻസ് അവർ തരും. ചിലപ്പോൾ 10 എണ്ണം തരും. അതിലും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റും താല്പര്യമുള്ളൊരു കോഴ്സിനൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ പഠിക്കേണ്ട കാര്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളെ കണ്ടുപിടിക്കണം. ഇന്നൊക്കെ വളരെ ഈസിയാണ്. നമുക്കറിയുന്ന ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഐഡിയ, ഒരു 50% ഐഡിയ കിട്ടും. റാങ്കിങ് എങ്ങനെയാണ്, ഏതൊക്കെ അക്രിഡിയേഷൻ ഉണ്ട് കോളേജിന്. ചില കോളേജുകൾക്ക് ചില കോളേജുകൾ ഫേമസ് ആയിരിക്കും, പക്ഷേ ചില കോഴ്സുകൾക്ക് ഫേമസ് ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കോഴ്സിന് ഫേമസ് ആയ കോളേജാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അല്ലാതെ ചിലപ്പോൾ അവിടെ ചില കോളേജുകൾ സിവിൽ എഞ്ചിനീയറിങ്ങിന് ഫേമസ് ആയിരിക്കും, പക്ഷേ മറ്റു കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഫേമസ് ആയെന്ന് വരും. ചില കോളേജുകൾ സൈക്കോളജിക്ക് ഫേമസ് ആയിരിക്കും, മറ്റു കാര്യങ്ങൾക്ക് ഫേമസ് ആണെന്ന് വരും. ചില കോളേജുകൾ സയൻസിന് ടോപ്പ് റാങ്കിങ്ങിലായിരിക്കും, പക്ഷെ മറ്റു കാര്യങ്ങൾക്ക് വരണമെന്നില്ല. അപ്പം നമ്മൾ പോകാൻ പോകുന്ന വിഷയത്തിന് അനുസൃതമായി ഈ കോളേജിൻ്റെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവിടെ ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉണ്ടോ? കാരണം നമുക്കറിയാം, നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തുടർന്ന് നമ്മൾ അതിൽ ജോലി ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലൂടെ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. എങ്കിലാണ് നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റുള്ളൂ. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ് വാല്യൂ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, കാരണം വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യത്തിന് ജോബ് മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ അതിന് പോയിട്ട് കാര്യമില്ല.
കാരണം നമ്മൾ ഇത്രയും താല്പര്യങ്ങളൊക്കെ എടുത്തോടെ ജോബ് മാർക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ജോബ് മാർക്കറ്റ് വാല്യൂവിന് ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാത്തിനെ കുറിച്ചുള്ള ജോബ് മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഈ മെയിലിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുവഴിയായിട്ട് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറയാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തിലാണ് ജീവിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കുറയാം. പക്ഷേ അതിൻ്റെ റേസിംഗ് എങ്ങനെയാണ്, അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ ഒന്ന് പഠിക്കും. ഓരോ കാലഘട്ടം അനുസരിച്ച് ജോബ് മാർക്കറ്റ് വാല്യൂ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ജോബ് മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ആഴത്തിൽ പഠിക്കണം. എങ്കിലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു ഉചിതമായൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചു. നമുക്ക് ചില കോഴ്സുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, സ്കില്ലുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് വെച്ചു. പക്ഷേ എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഴ്സ് എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം, ആഴത്തിൽ പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുയോജ്യമായ ഒരു കോഴ്സും കൂടി നമ്മൾ അതിലും ആ ഒരു പോയിന്റും കൂടെ ഞാൻ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യുകയാണ് ഈ ഒരു കാര്യത്തിലേക്ക്. നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചുകൂടി ആഴത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റണം. അതോടൊപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ പോയിന്റ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒന്ന് മെയിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര എളുപ്പമില്ലെങ്കിലും മാക്സിമം കുട്ടികളൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. ഒരു കോഴ്സൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ സാധിക്കുന്ന ഒരു 9ൽ നിന്ന് 10ലേക്ക് കയറുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 10 കഴിഞ്ഞ് 11ലേക്ക് പോകുന്ന ഒരു കൊച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡ് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വലിയ വലിയ സ്കൂളുകളിലൊക്കെ അത് അവൈലബിൾ ആണ്. ഇല്ലാത്തവരത് അതിനുള്ള ഏറ്റവും സാഹചര്യങ്ങൾ നമ്മുടെ നിയർ ബൈ പ്ലേസസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചും നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും നമ്മുടെ താല്പര്യത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യങ്ങൾ ഉണ്ടായിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈഫ് ടു ലൈഫിലെ എല്ലാ സ്റ്റുഡൻസിനും പ്രത്യേകമായിട്ട് പുതിയ കരിയർ അന്വേഷിച്ച് പോകുന്ന എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്യാപ്ഷൻ പോയിന്റ് മാത്രമേ നിങ്ങളോട് ചർച്ച ചെയ്തുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ പോയാൽ ആഴത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിക്കുക, പഠിക്കുക, കരിയർ ഗൈഡൻസ് കൊടുക്കുന്നവരെ കാണുക. അതൊക്കെ വഴിയായിട്ട് നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ നിറഞ്ഞ് ഇന്ന് ഈ കോമ്പറ്റീഷൻ നിറഞ്ഞ ലോകത്തിൽ നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒരു കാര്യം പറ്റില്ല. കാരണം എന്താണ്, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സാധിക്കും. അത് നമ്മൾ കൊടുക്കാനായിട്ട് പറ്റട്ടെ. എല്ലാവർക്കും ലൈഫ് ടു ലൈഫിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.